നമസ്കാരം. റെഡി ടു സ്റ്റഡി PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. PSC പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പുതിയ SCERT പാഠപുസ്തകത്തിലെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 5ാം ക്ലാസ് സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിലെ 8ാമത്തെ ചാപ്റ്ററിലെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചാപ്റ്ററിൻ്റെ പേര് നാടറിയാം. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട കുറച്ച് അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് ഈ പാഠഭാഗത്തുള്ളത്. നമുക്കത് നോക്കാം. ആദ്യമായിട്ട് ഈ പാഠഭാഗത്തിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് തന്നിരിക്കുന്നത് മാതൃവന്ദനം, വള്ളത്തോളിൻ്റെ മാതൃവന്ദനത്തിലെ കുറച്ച് വരികളാണ്. പച്ചയാം വിരിപ്പിട്ട സഖ്യനിൽ തലവെച്ചും സ്വച്ഛാബ്ദ മണൽത്തിട്ടാം പാദോപദാനം പൂണ്ടും പള്ളി കൊണ്ടിടുന്ന നിൻ പാർശ്വയുഗ്മത്തെ കാത്തു കൊള്ളുന്നു കുമാരിയും ഗോകർണേശനുമമ്മേ. അപ്പോൾ ഇതിവിടെ പറഞ്ഞ എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പോൾ ഈ മാതൃവന്ദനം എഴുതിയതാരാണ്, അല്ലെങ്കിൽ ഈ വരി തന്നിട്ട് ഇത് ആരുടെ വരികളാണ്, അല്ലെങ്കിൽ ഇത് ഏത് ഭാഗത്തു നിന്ന് എടുത്തതാണ്, ഇതിനു മുന്നേ എൻ്റെ ഗുരുനാഥൻ ഏത് ഭാഗത്തു നിന്ന് എടുത്തതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാതൃവന്ദനം വള്ളത്തോൾ എഴുതിയതാണ്. സാഹിത്യമഞ്ജരി 1ാം ഭാഗത്തിലാണ് മാതൃവന്ദനം ഉള്ളത്. സാഹിത്യമഞ്ജരി 1ാം ഭാഗത്തിലാണ് മാതൃവന്ദനം ഉള്ളത്. ഇനി നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ഈ പാഠഭാഗത്ത് ആദ്യം പറയുന്നത് കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെക്കുറിച്ചാണ്. കേരളത്തിലെ ഭൂപ്രകൃതി 3ആയിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. കേരളത്തിലെ 3 ഭൂപ്രകൃതി വിഭാഗങ്ങളാണ് ഉള്ളത്. മലനാട്, ഇടനാട്, തീരപ്രദേശം. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നതും കുന്നുകളും മലകളും പർവ്വതവും ഉൾപ്പെടുന്നതായ ഭൂപ്രകൃതി വിഭാഗമാണ് മലനാട്. സമുദ്രനിരപ്പിൽ നിന്ന് 75 മീറ്ററിന് മുകളിലാണ് മലനാട്. ഇതിനു മുന്നേ ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുള്ളതാണ് ഈ അളവുകളെല്ലാം. മലനാട് സമുദ്രനിരപ്പിൽ നിന്ന് 75 മീറ്ററിന് മുകളിലുള്ള പ്രദേശമാണ്. ഇവിടെ കുന്നുകളും മലകളും ഒക്കെ കാണപ്പെടുന്നു. ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നത് പൊതുവെ. അതുപോലെ ഇവിടെ ഹരിതാഭമായ പ്രദേശമാണ്. കേരളത്തിലെ 44 നദികളും ഉത്ഭവിക്കുന്നത് ഈ ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ്. കേരളത്തിലെ ഭൂപ്രകൃതിയെ 3ആയി തിരിച്ചിരിക്കുന്നു. മലനാട്, ഇടനാട്, തീരപ്രദേശം. മലനാട് 75 മീറ്ററിന് മുകളിലാണ്. മാറിപ്പോയത് 75 മീറ്ററാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 75 മീറ്ററിന് മുകളിലുള്ള പ്രദേശമാണ് മലനാട്. കേരളത്തിലൂടെ ഒഴുകുന്ന 44 നദികളും ഉത്ഭവിക്കുന്നത് മലനാട്ടിൽ നിന്നാണ്. അടുത്ത ഭൂവിഭാഗമാണ് ഇടനാട്. ഏകദേശം 75 മീറ്ററിനും 7.5 മീറ്ററിനും ഇടയിലായി കാണപ്പെടുന്ന പ്രദേശമാണ് ഇടനാട്. അതായത് തീരപ്രദേശത്തിനും മലനാടിനും ഇടയിലുള്ള പ്രദേശം. തീരപ്രദേശത്തിനും മലനാടിനും ഇടയിലുള്ള പ്രദേശമാണ് ഇടനാട്. 75 മീറ്ററിന് താഴെ 7.5 മീറ്ററിന് മുകളിൽ, അതായത് 7.5 മീറ്റർ മുതൽ സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയുള്ള ഭൂവിഭാഗമാണ് ഇടനാട്. 3ാമത്തെ ഭൂവിഭാഗമാണ് തീരപ്രദേശം. ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗമാണിത്. കടൽ തീരത്തോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ വരെയാണ് ഉയരം. അതായത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 7.5 മീറ്റർ വരെയുള്ള പ്രദേശങ്ങളാണ് തീരപ്രദേശം. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 7.5 മീറ്റർ ഉയരം വരെയുള്ള പ്രദേശത്തെ തീരപ്രദേശം എന്ന് പറയുന്നു. ലക്ഷദ്വീപ് കടലിനോട് ചേർന്നാണ് ഇത് കാണപ്പെടുന്നത്. ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് നീല നിറത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന പ്രദേശമാണ് തീരപ്രദേശം. അത് കഴിഞ്ഞൊരു ബ്രൗൺ നിറത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നതാണ് ഇടനാട്. അതിന് മുകളിൽ പച്ച നിറത്തിലുള്ളതാണ് മലനാട്. ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് തീരപ്രദേശം കഴിഞ്ഞിട്ട് ഇടനാട് കഴിഞ്ഞ് വരുന്ന ഇതാണ് മലനാട്. സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങളെ തീരപ്രദേശം എന്ന് പറയുന്നു. 7.5 മീറ്ററിന് മുകളിൽ ഉയരമുള്ള പ്രദേശങ്ങൾ, 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങളെ നമ്മൾ ഇടനാട് എന്ന് പറയുന്നു. 75 മീറ്ററിന് മുകളിൽ ഉയരമുള്ള പ്രദേശങ്ങളാണ് മലനാട്. 44 നദികളും മലനാട്ടിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഈ തന്നിരിക്കുന്ന ചിത്രം SCERT പാഠപുസ്തകത്തിൽ തന്നെ ഉള്ളതാണ്. ആ ചിത്രത്തിൽ തന്നിരിക്കുന്ന സൂചികയിൽ ചെറിയ അടയാളപ്പെടുത്തിയിരിക്കുന്നതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അത് നോക്കി മനസ്സിലാക്കുകയാണെങ്കിൽ തെറ്റുപറ്റും. ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് മാത്രം നോക്കിയാൽ മതി. നീല നിറത്തിലുള്ളത് തീരപ്രദേശമാണ്, ബ്രൗൺ നിറത്തിലുള്ളത് ഇടനാടാണ്,
പച്ച നിറത്തിലുള്ളതാണ് മലനാട്. അവിടെ തീരപ്രദേശം കറക്റ്റായിട്ട് സൂചികയിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. മലനാടും ഇടനാടും അടയാളപ്പെടുത്തിയിരിക്കുന്നത് തിരിഞ്ഞു പോയിട്ടുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ച് വേണം പഠിക്കാൻ. ഇനി നമുക്ക് കേരളത്തിൻ്റെ കാലാവസ്ഥയിലേക്ക് കടക്കാം. ധാരാളം മഴ ലഭിക്കുന്ന നാടാണ് കേരളം. കേരളത്തിന് പ്രധാനമായിട്ടും 2 മഴക്കാലങ്ങളാണുള്ളത്. തെക്ക് പടിഞ്ഞാറൻ മൺസൂണും വടക്ക് കിഴക്കൻ മൺസൂണും. തെക്ക് പടിഞ്ഞാറൻ മൺസൂണും വടക്ക് കിഴക്കൻ മൺസൂണും. മൺസൂണിനെ കുറിച്ച് വിശദമായിട്ട് പാഠഭാഗത്ത് പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ഗതി മാറി വീശുന്ന കാറ്റുകളാണ് മൺസൂൺ കാറ്റുകൾ. കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ഗതി മാറി വീശുന്ന കാറ്റുകളാണ് മൺസൂൺ കാറ്റുകൾ. ജൂൺ മുതൽ സെപ്റ്റംബർ മാസങ്ങളിൽ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഭൂമധ്യരേഖയുടെ മുകളിൽ ഇന്ത്യൻ സമുദ്രത്തിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്നും കരയിലേക്ക് വീശുന്ന കാറ്റുകളാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ. നമുക്കറിയാം കാറ്റിന് പേര് കൊടുക്കുന്നത് എവിടെ നിന്ന് വീശുന്നു എന്ന് അനുസരിച്ചാണ്. അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്ന് വീശുന്ന കാറ്റുകളാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ. ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ ഉത്തരാർദ്ധഗോളത്തിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ സമുദ്രത്തിൽ നിന്ന് കരയിലേക്ക് വീശുന്ന കാറ്റുകളാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ. ഇത് ജൂൺ സെപ്റ്റംബർ മാസങ്ങളിൽ, അതായത് ജൂൺ മുതൽ സെപ്റ്റംബർ മാസങ്ങളിലാണ് ഇത് വീശുന്നത്. കടലിൽ നിന്നും വീശുന്നതിനാൽ ഇവ ഈർപ്പവാഹിനികളാണ്. കരയിലേക്ക് പ്രവേശിക്കുന്ന ഈ കാറ്റുകളെ പശ്ചിമഘട്ട മലനിരകൾ തടഞ്ഞു നിർത്തുന്നു. ഇതിൻ്റെ ഫലമായി കേരളം ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ തീരങ്ങളിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നു. ഇതാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. കേരളത്തിൽ ഈ മഴക്കാലം കാലവർഷമെന്നും അറിയപ്പെടുന്നു. ഒന്നുകൂടി പറയാം, കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ മെയിനായിട്ടുള്ള ഒന്നാണ് മഴക്കാലം. മഴക്കാലം തന്നെ 2 മഴക്കാലമുണ്ട്. അതിലൊന്നാണ് നമ്മൾ പറഞ്ഞ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം. തെക്കു പടിഞ്ഞാറൻ മൺസൂണിൻ്റെ മറ്റൊരു പേരാണ് കാലവർഷം. ഇതിനെ ഇടവപ്പാതി എന്നും വിളിക്കാറുണ്ട്. കാലവർഷമെന്നും ഇടവപ്പാതി എന്നുമൊക്കെ വിളിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്തിനെയാണ്. ഇത് ജൂൺ സെപ്റ്റംബർ മാസങ്ങളിലാണ് വീശുന്നത്. ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്ന് കരയിലേക്ക് വീശുന്ന കാറ്റാണ്. ഈ കാറ്റ് കാരണം തെക്ക് പടിഞ്ഞാറ് ദിശയിൽ കരയിലേക്ക് വീശുന്ന കാറ്റ്, തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്ന് കരയിലേക്ക് വീശുന്ന ഈ കാറ്റ് കാരണമാണ് ഈ മഴക്കാലം ഉണ്ടാകുന്നത്, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം ഉണ്ടാകുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൽ നിന്നാണ്. കേരളത്തിൽ ലഭിക്കുന്ന മഴയുടെ ഭൂരിഭാഗവും തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൽ നിന്നാണ് ലഭിക്കുന്നത്. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ മൺസൂൺ കാറ്റുകൾ വിപരീത ദിശയിൽ വടക്ക് കിഴക്ക് നിന്നും വീശുന്നു. ഈ കാറ്റുകൾ വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ എന്നറിയപ്പെടുന്നു. ഈ കാറ്റുകളുടെ ഒരു ഭാഗം ബംഗാൾ ഉൾക്കടലിന് മുകളിലൂടെ കടന്നു പോകുന്നതിനാൽ ഈർപ്പപൂരിതമാവുകയും ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളിൽ പലയിടങ്ങളിലും മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഈ മഴക്കാലം കേരളത്തിൽ തുലാവർഷം എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നേരത്തെ പോയ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ തിരികെ വരുന്നത്, അങ്ങനെയും പറയാം. വടക്ക് കിഴക്ക് നിന്ന് അവിടെ നിന്ന് താഴേക്ക്, ഇന്ത്യയുടെ മുകൾ ഭാഗത്തു നിന്ന് താഴേക്കാണ് വീശുന്നത്. വടക്ക് കിഴക്ക് ദിശയിൽ നിന്നാണ് വീശുന്നത്. അതിൻ്റെ ഈ മൺസൂൺ കാറ്റ് 2ആയിട്ട് പിരിയും. അതിൽ ഒരു ഭാഗം ബംഗാൾ ഉൾക്കടലിൻ്റെ മുകളിലൂടെ വരുന്നുണ്ട്, ഈർപ്പപൂരിതമാകും. അങ്ങനെ തെക്ക് സംസ്ഥാനങ്ങളിൽ പലയിടത്തും മഴയ്ക്ക് കാരണമാകും. കേരളത്തിലെ ഒരു 2ാമത്തെ മഴക്കാലമാണ് വടക്ക് കിഴക്കൻ മൺസൂൺ കാലം. അതിന് കാരണം ഈ കാറ്റുകളാണ്. ഇത് തുലാവർഷമെന്നും അറിയപ്പെടുന്നു. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ മഴ പെയ്യാൻ കാരണമാകുന്ന കാറ്റുകളാണ് വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ. അതുപോലെ മഴക്കാലം വടക്ക് കിഴക്കൻ മൺസൂൺ കാലം എന്ന് അറിയപ്പെടുന്നു. നോട്ടിൽ വടക്ക് പടിഞ്ഞാറെന്നാണ് തന്നിരിക്കുന്നത്, അത് വടക്ക് കിഴക്കെന്ന് തിരുത്തി വായിക്കണം. കേരളത്തിൽ വേനൽക്കാലം മാർച്ച് മുതൽ മെയ് വരെയാണ്. ഇക്കാലത്ത് കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നു. അപ്പോൾ കേരളത്തിൽ വേനൽക്കാലം മാർച്ച് മുതൽ മെയ് വരെയുള്ള മാസങ്ങളിലാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ കേരളത്തിലെ കാലാവസ്ഥയാണ് നമ്മൾ പറഞ്ഞത്. 2 മഴക്കാലങ്ങൾ പറഞ്ഞു. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം അഥവാ കാലവർഷം അല്ലെങ്കിൽ ഇടവപ്പാതി, അതുപോലെ വടക്ക് കിഴക്കൻ മൺസൂൺ കാലം അഥവാ തുലാവർഷം. പിന്നെ ഉള്ളത് വേനൽക്കാലമാണ്. മാർച്ച് മെയ് മാസങ്ങളിലാണ് വേനൽക്കാലം വരുന്നത്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം ജൂൺ മുതൽ സെപ്റ്റംബർ വരെയും ഒക്ടോബർ മുതൽ നവംബർ വരെയുള്ള മാസങ്ങളിൽ വടക്ക് കിഴക്കൻ മൺസൂൺ കാലവും മാർച്ച് മുതൽ മെയ് വരെയുള്ള മാസങ്ങളിൽ വേനൽക്കാലവും അനുഭവപ്പെടുന്നു.
ഇനി ഈ പാഠഭാഗത്ത് മണ്ണിനങ്ങളെക്കുറിച്ച് കൂടി ചർച്ച ചെയ്യാനുണ്ട്. അത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് പറയാം. ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ PSC പഠിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുകയും വേണം. താങ്ക്